إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശുഅറാ 84-85 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുവിനോട് അഖില ലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനി മിൻ വറസതി ജന്നത്തിൻ നഈം വജ്അൽനി എന്നെ നീയാക്കണമേ ലിസാന സിദ്ഖിൻ സൽകീർത്തി എനിക്കു നീ സൽകീർത്തി നൽകണമേ അല്ലാഹ് ഫിൽ ആഖിരീൻ പിൽക്കാലക്കാരിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കി തരണമേ. വജ്അൽനി എനിക്ക് നീ ഉണ്ടാക്കി തരണമേ ലിസാന സിദ്ഖിൻ സൽകീർത്തി ഉണ്ടാക്കി തരണമേ ഫിൽ ആഖിരീൻ പിൽക്കാലക്കാരിൽ എനിക്ക് ശേഷം ഒരുപാട് ജനങ്ങൾ ഇനിയും വരാനുണ്ടല്ലോ അല്ലാഹുവേ, അവരിൽ എനിക്ക് നീ നല്ലൊരു സൽകീർത്തി ഉണ്ടാക്കണമേ. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ലോക മുസ്ലിമീങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സവിശേഷതകൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും വലിയ വലിയ കാര്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ. അതിനുശേഷം അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, വജ്അൽനി എന്നെ നീയാക്കണമേ അല്ലാഹ് മിൻ വറസതി ജന്നത്തിൻ നഈം ആ സുഖാനന്ദത്തിന്റെ സ്വർഗ്ഗാവകാശിയാക്കിയിടണമേ എന്നാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നെ നീ ആ സുഖാഡംബരത്തിന്റെ സ്വർഗ്ഗാവകാശിയാക്കിയിടണമേ അല്ലാഹ്, ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശിയാക്കിയിടണമേ എന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. ഈ രൂപത്തിലാണ് ലോക ജനങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാതൃക കാണിച്ചത്. ആ മാതൃക നാം പിൻപറ്റണം. അതാണ് യഥാർത്ഥ ഹക്കായ ദീൻ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.